വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ പുട്ട് ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. പാനിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ചേർക്കാം. ഇത് 250 ഗ്രാമിന്റെ കപ്പ് സെയിം അളവാണ്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ജലാംശം വറ്റുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഞാൻ പത്തിരി ഇടിയപ്പ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം. ഇപ്പം നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്കതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്നിലിട്ട് പതുക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടിച്ചെടുത്തപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും കട്ടയൊന്നുമില്ല. നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ പൊടിക്കുന്ന ജാറിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു സവാള വറുത്ത ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 7 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇപ്പം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കനം കുറിച്ച് മുറിച്ചതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിലും ഉപ്പിട്ടിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പം സവാളയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3-4 മതി. ഇത് എരിവ് കുറവായതുകൊണ്ട് ഞാൻ 5 പച്ചമുളകാണ് ഇടുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പിടി മല്ലിയിലയും അരപ്പിടി പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കോഴിക്കോടൻ ദം ബിരിയാണിയുടെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടി, തൈരൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചിക്കനിലൊക്കെ നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ബിരിയാണിക്ക്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ഗ്രേവി നമുക്ക് വേണം. ഇനി അതിലേക്ക് പകുതി വറുത്ത സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുട്ട് ബിരിയാണി ഉണ്ടാക്കാം. അതിലേക്ക് പുട്ടുകണിയിലേക്ക് ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച
പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 കൈയാണ് ഞാൻ ഇട്ടെടുക്കുന്നത്, 2 കൈപ്പിടി. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഇരിക്കുന്നത്. ഇനി അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 ലെയറായിട്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കണം. 2 ലെയറായിട്ട് അരിപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ലാസ്റ്റ് ലെയറായിട്ടാണ് ഞാൻ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും ഇട്ട് ഇപ്പോൾ 2 ലെയർ ചിക്കൻ മസാലയും 2 ലെയർ പുട്ടുപൊടിയും ഇട്ടിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കി നിറച്ചിടരുത്. ഇനി ഇത് മൂടി വെക്കാം. ഇനി ഞാനൊരു ചിരട്ടപ്പൊട്ടിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തേങ്ങ ഇട്ടു, അരിപ്പൊടി ഇട്ടു, 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടു. ഇനി അതിൻ്റെ മുകളിലേക്ക് പുട്ടുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും ഈ പാകത്തിന്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവി വരുമ്പോൾ നമുക്ക് പുട്ടുകണ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് പുട്ടുകുറ്റിയിലും ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 5 മിനിറ്റ് വേവിക്കണം. ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിരട്ടപ്പുട്ടിൻ്റെ വെക്കാം. അതും ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. ഇതൊരു പകുതി ഭാഗം വെന്തിട്ടുണ്ടാവും, എന്നാൽ പകുതി ഭാഗം വേവാനേ ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 6 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി പുട്ട് ഉടനെ കുത്തരുത്. ഒരു 5 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. അപ്പോൾ നോക്ക്, നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിലാണ് നമ്മളുടെ ചിക്കൻ പുട്ട് ബിരിയാണി കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് നല്ല ആവി പറക്കുന്നത് കാണാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ചിക്കൻ പുട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആ ബിരിയാണി മസാലയ്ക്കൊക്കെ വളരെ ടേസ്റ്റാണിത്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് വറുത്ത സവാള വെച്ച് അലങ്കരിക്കാം. ഇങ്ങനെ അലങ്കരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ നമ്മൾ അലങ്കരിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയും വളരെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിരട്ടപ്പുട്ടും ഒന്ന് ഡിമോൾഡ് ചെയ്യാം. ഇപ്പോൾ രണ്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് സവാളയും മല്ലിയിലയും വെച്ച് അലങ്കരിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.